എടാ ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസ്സാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദി കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. പക്ഷെ അട്ടപ്പാടിയിൽ ഈ അടുത്ത കാലത്ത് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അഖിൽമാരാരെ, താൻ പൊട്ടനാണോ? പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? അതോ എപ്പോഴും ഒരു എയറിൽ നിൽക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വേണം എന്ന് വിചാരിച്ചിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ? കാരണം തൻ്റെ ഒരു റേഞ്ചും തൻ്റെ ഒരു സംസാര രീതിയും മറ്റും വെച്ച് നോക്കുമ്പോൾ താനൊരു മഹാപണ്ഡിതനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ അടിയങ്ങൾക്ക്. അതിലെ പകരതും അതിലെ പലതും വട്ടഭൂജ ആണെങ്കിലും ചിലതൊക്കെ എവിടെയൊക്കെയോ ശരിയെന്ന് തോന്നിയിട്ടുണ്ട് താൻ. അപ്പോ തനിക്ക് പ്രസവം എടുത്തും നടത്തിയും കണ്ടുമൊക്കെ നല്ല പരിചയമുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഈ അടിയങ്ങൾക്ക്. അപ്പൊ എന്റെ ഒരു ചോദ്യം താങ്കളോടല്ല, താങ്കളെ സ്ഥാനാർത്ഥിയായി നിർത്തിയ അവരോട് ആണ് എന്റെ ചോദ്യം. ഇമ്മാതിരി പൊട്ടനേക്കാണോ നിങ്ങൾക്ക് ലിപിയോടുകൂടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ? എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു. സ്ത്രീകൾ എന്താണെന്നറിയില്ല, സ്ത്രീകളുടെ വേദന അറിയില്ല, സ്ത്രീകളെ പറ്റി അറിയില്ല, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരു മനുഷ്യനാണോ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒരു MLA? ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. പിന്നൊന്ന്, ഈ അരി ഇടിച്ച് പ്രസവിച്ച സ്ത്രീകളെ ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് പരസ്യമായിട്ട് വേണ്ട, ഒന്ന് സൈഡിലോട്ട് നിർത്തി അമ്മ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അമ്മയൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊന്ന് ചോദിക്കണം, മകനെ ആ പ്രസവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഈ വീഡിയോ അവരെ കാണിക്കരുത്, ചിലപ്പം ചോദ്യത്തിനുള്ള അത്രയും തല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തൊരു അമ്മയോട് വേണം പോയി ചോദിക്കാൻ. പുറത്തെന്തിനാ പോന്നേ? വീട്ടിനൊക്കെ പോന്നെയുണ്ടല്ലോ. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, താങ്കളുടെ ഭാര്യ 2 പ്രസവിച്ചതല്ലേ, അവരോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ പ്രസവം ഇത്ര സുഖകരമായിരുന്നു എന്ന്? എത്ര ലാഘവത്തോടാണോ താങ്കൾ സ്ത്രീകളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. പണ്ടുള്ളവരുടെ ഒരു ഇമോഷൻ അതല്ല ഇന്നത്തെ എന്ന് പറയുമ്പോൾ. പണ്ടുള്ളവർ എക്സ്പ്രസ് ചെയ്യില്ല അല്ലെ, അവർ മറ്റുള്ളവരോട് ഓപ്പണായിട്ട് പറയില്ല. അവരവരുടെ ഇമോഷൻസ് പകുതിയും ഉള്ളിൽ ഒതുക്കും, പിന്നെ പൊട്ടിത്തെറി ദേഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തീർക്കും. അതായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുമോ? എന്നുവെച്ചാ എന്റെ അമ്മയൊക്കെ ദേഷ്യം വരുമ്പോൾ ഞങ്ങളുടെ തീർക്കും, അച്ഛൻ്റെ തീർക്കൂല, ഞങ്ങളുടെ ദേഷ്യം പിടിച്ച് തീർക്കും. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അവര് അങ്ങനെയാണ് തീർത്തുകൊണ്ടിരുന്നത്, ദേഷ്യം ആയിക്കോട്ടെ മറ്റുള്ള. അപ്പം ഈ പറയുന്ന പ്രസവ കാര്യങ്ങള് നമുക്കൊക്കെ ഉണ്ടായ വേദനകള് അവരിങ്ങനെ പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ ആരും അന്നത്തെ കാരണവന്മാരൊന്നും തയ്യാറായിരുന്നില്ല. അപ്പൊ ആ വേദനകളൊക്കെ ഉള്ളിൽ സഹിച്ച് ഒരു തരത്തിൽ കൂടിയാണ് അവർ ഇതൊക്കെ കൊണ്ടുപോയത്. 9 മാസം ഒരു കുഞ്ഞിനെ വയറ്റി കൊണ്ട് നടന്നത്, താങ്കൾ അത് വിചാരിക്കണം. പിന്നെ അവർ അരിയിടിച്ച കാര്യം എന്ന് പറയുമ്പോൾ അന്നൊക്കെ ഈ പറയുന്ന ആ കാലഘട്ടത്തില് ഏത് അമ്മായിമ്മ ഉണ്ടോ സ്വന്തം മരുമോളെ നേരവണ്ണം നോക്കിയത്? തരം കിട്ടിയാൽ കുത്തുകയും പോരെടുക്കുകയും ചെയ്ത ആ അമ്മായിമാരെ, ആ കാലഘട്ടത്തിലെ അമ്മായിമ്മമാർ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു. ഇന്നെന്താ കുറവാണോ? ഇന്നത്തേക്ക് കൂടുതലായിരുന്നു അന്ന്. അപ്പൊ പിന്നെ അവർ അരി ഇടിക്കും. അവർക്ക് ആയിട്ടല്ല അവർ അരി ഇടിക്കുന്നത്, നിവർത്തികേട് കൊണ്ട് സമാധാനക്കേട് കൊണ്ടും അവർ അരി ഇടിച്ചിട്ടുള്ളത്. ഞാനും 3 കുട്ടികളുടെ അമ്മയാടും. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആഹാരം കഴിക്കുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ വൊമിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 7-8 മാസത്തോളം ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. ആഹാരം പക്ഷെ എന്നാലും ഞാൻ കഴിക്കും, ഹെൽത്തി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 6 മാസം മുതൽ അങ്ങോട്ടേക്ക് എന്റെ മോളുടെ വെയിറ്റ്, അന്ന് കുഞ്ഞായിരുന്നപ്പോൾ വയറ്റിൽ കിടന്നപ്പോൾ എന്റെ മോളുടെ വെയിറ്റ് കൂടി. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് മോളുടെ കൂടി, ബുദ്ധിമുട്ടാവും. അനുഭവിച്ചു. ആ വെയിറ്റ് കൂടുമ്പോൾ അത്രയും വെയിറ്റ് താങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല, വയറ് അത്രത്തോളം വലുതാകുകയാണ്. അത്രത്തോളം വലുതായ ആ വയറുമായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. നോർമൽ ഡെലിവറിക്ക് 2 ദിവസത്തോളം ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് സി സെക്ഷന് പോയതാ. അതും കഴിഞ്ഞ് 3 ദിവസം എന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റാണ്ട്, അതായത് പാലുണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. 3 ദിവസം ഇപ്പൊ ഉണ്ടാവും വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു. പിന്നെ സി സെക്ഷൻ കഴിഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങോട്ട് സി സെക്ഷന് തന്നെയായിരുന്നു. എൻ്റെ 3-ാമത്തെ മോള് ഇപ്പോൾ അവൾക്ക് 2 വയസ്സാണ്. അവളുടെ കാര്യത്തിലും ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട്.
ഓൾ പ്രഗ്നൻസിയിൽ എനിക്ക്, അതായത് ലോവർ പ്ലാസിൻ്റെ ആയിരുന്നു മോള്, ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നമ്മൾ നടക്കാൻ പാടില്ല അധികം, എഴുന്നേറ്റ് ഇരിക്കാൻ പാടില്ല, ഒരു കപ്പ് വെള്ളം പോലും വെയിറ്റ് എടുക്കാൻ പാടില്ല. ലോവർ ക്ലാസ്സിൻ്റെ അല്ലേ, അബോർഷന് ചാൻസ് ഉണ്ട്, ഹെൽത്തി ബേബിയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിൻ്റെ ഒപ്പം നല്ല ഫുഡ് കഴിക്കണം. അവിടെയാണ് എനിക്ക് അടുത്ത അടി. വെജിറ്റേറിയൻ പറ്റില്ല, നോൺ വെജ് പറ്റില്ല, ഒന്നും പറ്റില്ല. ആകെ പറ്റുന്നത് നല്ല ചോറ്, അത് ചുമന്നരിയല്ല, സാധാരണ നോർമൽ അരിയിൽ നല്ല ചോറും തൈരും, ഉപ്പ് പോലും ചേർക്കാത്ത തൈര്. ഇത് രണ്ടും മാത്രമാണ് ഞാൻ 9 മാസം കഴിച്ചത്. പ്രസവത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പേ എൻ്റെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഹൈ ആണ്, CRP ഹൈ ആയി. എങ്ങനെയാ ഈ ഭക്ഷണത്തിനനുബന്ധിച്ച് എൻ്റെ HP 6 പിന്നെ 5 IV എടുക്കുന്നു, HP കൂട്ടാൻ, രക്ഷയില്ല. ടാബ്ലറ്റ് കഴിക്കുന്നു, അയൺ ഉൾപ്പെടെയുള്ളത്, രക്ഷയില്ല. ABC ജ്യൂസ് കുടിക്കുന്നു, രക്ഷയില്ല. 6 താപ്പോട്ട് താഴുന്നില്ല, അത് 6 മേപ്പോട്ട് കയറുന്നില്ല. അവസാനം PRBC ട്രാൻസ്ഫ്യൂഷൻ, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു, ഒരു ലെവലിലെത്തി. ഇൻഫെക്ഷൻ ഉണ്ട്, ഹൈ ആണ്, മെഡിസിൻസ് എടുക്കണം, പക്ഷേ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം നോക്കണം. അതിനിടയിൽ BP ഈ ഒറ്റയടിക്കാണ് മേപ്പോട്ട് കയറുന്നത്, ഷുഗർ കയറുന്നു. ഇതൊന്നും ഇല്ലാത്ത വ്യക്തിയാണെന്ന് ഓർക്കണം. ലാസ്റ്റ് ഒരു എൻഡ് സ്റ്റേജ് അപ്പോഴത്തേനും മോളുടെ മൂവ്മെൻറ്റ്സ് കുറയുന്നു. ടെൻഷൻ ഉണ്ടാകുമോ ഇല്ലയോ? പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ സഡൻ ഓപ്പറേഷൻ നടത്തുന്നു. ഇതൊന്നും ട്രോമയല്ലേ, ഇതൊന്നും വേദനയല്ലേ, ഇതൊക്കെ ഒരു സ്ത്രീക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ. അതൊക്കെ അപ്പോൾ എന്നെപ്പോലെ എത്രയോ സ്ത്രീകളുണ്ടെന്നറിയോ ഈ ലോകത്ത്, ഒരുപാട് ട്രോമയിലൂടെയും വിഷമത്തിലൂടെയും കടന്നു വന്നത്. അപ്പോൾ ഈ മഹാൻ്റെ വിവരക്കേട്, നെല്ലുകുത്തിയുണ്ടായ മക്കളെ പറ്റി പറയുന്നു. ഒരു തവണയെങ്കിലും സെൻസസ് എടുത്ത് നോക്കൂ. ഡെത്ത് റേഷ്യോ കാണാൻ പറ്റും. പണ്ടത്തെ ജനന മരണ നിരക്ക്, ഇന്നത്തെ ജനന മരണ നിരക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡിഫറൻസ് ഉണ്ടെന്നറിയാമോ? അത്രയെങ്കിലും ബോധം വേണ്ടേ മനുഷ്യ? നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ചിലയ്ക്കുമ്പോൾ നമുക്ക് എത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് വായി വരുന്നത് കോതയ്ക്ക് പട്ടുന്നത് പോലെ അങ്ങ് പറയുകയാണ്. ചിലപ്പോൾ ഇയാൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണെന്നേ. താൻ എപ്പോഴും ഒരു ഫ്രെയിമിൽ ഉണ്ടായിരിക്കണം എന്നൊരു വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ഏത് സമയവും എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടും. ഒന്നുകിൽ അത് നെഗറ്റീവായിരിക്കാം, അല്ലെങ്കിൽ അത് പോസിറ്റീവായിരിക്കാം. കാരണം താൻ എയറിൽ ഉണ്ടായിരിക്കണം, തന്നെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇന്ന് ചർച്ച നടത്തി നാളെ നമ്മൾ അതിനുള്ള കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ അവർ മറന്നുപോകും. പിന്നെ ഇങ്ങനൊരു വ്യക്തിനെ പറ്റിയിട്ട് ആരും ഓർക്കില്ല. ഇതൊരു റീസണാണ്. അപ്പോൾ പിന്നെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചാലാണ് ഏറ്റവും കൂടുതൽ ചർച്ച നേടുക. അപ്പം നമ്മുടെ ഡോക്ടർ റോബിൻ അങ്ങനെയല്ലേ, അലർച്ച പുള്ളിക്കാരൻ. പിന്നെ എന്താ പറയുക, ആ ഡിസൈനറെ കല്യാണം കഴിച്ച ശേഷം ആരെങ്കിലും പിന്നെ റോബിനെ ഓർത്തു? പിന്നെ റോബിനെ നമ്മൾ ഓർക്കുന്ന എപ്പോഴാണ്? BJPയുടെ പാർട്ടിയിൽ ചേർന്നപ്പോഴും പിന്നെ പുള്ളിക്കാരൻ്റെ വായിന്ന് വീഴുന്ന വാക്കുകൾ അല്ലേ. ആ ഒരു എനിക്കൊന്ന് 2-2.5 കൊല്ലത്തോളം പുള്ളിക്കാരൻ നമ്മുടെ ഔട്ടായി പോയായിരുന്നു. അപ്പോൾ അതുണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി മാരാരും ഇമ്മാതിരി ഡയലോഗൊക്കെ അടിക്കുന്നത്. എനിക്കതാണ് തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങേരുടെ ഓരോരോ കാര്യങ്ങളെ ഇതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരികയാണ്. നമ്മൾ മനുഷ്യരുടെ എന്താ പറയുക, നമ്മൾ ഓരോരുത്തരുടെയും ഇമോഷൻസ് വെച്ചാവരുത് ഫെയിം ഉണ്ടാക്കുന്നത്. ഒരുപാട് ദോഷം ചെയ്യും. അത് മാരാരോർത്താൽ കൊള്ളാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ അമ്മമാരോടും ചേച്ചിമാരോടും സഹോദരിമാരോടുമാണ് എൻ്റെ ചോദ്യം. ഇയാളെയൊക്കെ ഇനി തോളൊക്കെ ചോദിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇയാൾ പറയുന്നത് ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇയാൾക്കുള്ള ഒരു മറുപടി നിങ്ങൾ ആയി കൊടുക്കണം. അതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണുന്ന അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വായിക്കാതിരിക്കില്ലല്ലോ. അതിലൂടെങ്കിലും ഇയാളുടെ ഈ പൊള്ളത്തരത്തിനൊക്കെ ഒരു മറുപടി അയാൾക്ക് കിട്ടട്ടെ. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ